കുര്യാക്കോസ് മെമ്പർ സെക്രട്ടറി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, രക്ഷാപ്രവർത്തനത്തിൽ സാവധാനത്തിലാണ്, വേഗത കുറവാണ്, കാലാവസ്ഥാ പ്രതിസന്ധികളുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതിനിടയിലാണ് താൽക്കാലികമായി നിർത്തിവെച്ചു എന്ന സൂചനകൾ ലഭ്യമാവുന്നത്. ഏറ്റവും പുതിയ വിവരം നമുക്ക് എന്താണ് അവിടുന്ന് ലഭ്യമാവുന്നത്? സജിത്തെ, രക്ഷാപ്രവർത്തനം വളരെ മന്ദഗതിയിലാണ് നടക്കുന്നതെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് വലിയ തോതിലുള്ള മഴ ഇപ്പോൾ ഇവിടെ ഉണ്ട്. അത് തന്നെയാണ് രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചത്. മാത്രമല്ല, ഒരു സംഘം മാത്രമാണ് NDRFന്റെ ഇപ്പോൾ നിലവിലുള്ള, മറ്റൊരു സംഘം ഓൺ ദ വേ എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന മെസ്സേജ്. അത്തരത്തിലാണ് കാസർഗോഡ് ജില്ലാ കളക്ടറും പറഞ്ഞത്. ഏതായാലും കൂടുതൽ സംഘങ്ങൾ വന്നാൽ മാത്രമേ രക്ഷാപ്രവർത്തനം ഊർജിതമാവൂ, വളരെ വേഗതയുണ്ടാകൂ എന്നാണ് ഇതിൽ നിന്നും ലഭിക്കുന്നത്. മറ്റൊരു കാര്യം, ഇതിൽ ഏറ്റവും പ്രതീക്ഷ വകവയ്ക്കുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഈ വാഹനത്തിന്റെ എഞ്ചിൻ ഓണാണ് എന്ന ഈ കമ്പനിയുടെ കണ്ടെത്തൽ അത് വലിയ ആശ്വാസം പകരുന്നതാണ്. ഒപ്പം ഇന്ന് രാവിലെ വരെ ഫോൺ റിംഗ് ആയിട്ടുണ്ട് എന്നതും. കാരണം നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. ഈ പുഴയുടെ അകത്തേക്കും നിരവധി വലിയ തോതിൽ മണ്ണ് ഇടിഞ്ഞു വീണിട്ടുണ്ട്. അതിന്റെ അടിയിലും വാഹനങ്ങൾ പെട്ടിട്ടുണ്ടോ എന്ന സംശയമുണ്ട്. അത്തരത്തിൽ ഈ വാഹനം അപകടത്തിൽ പെട്ടിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രതീക്ഷ പുലർത്തുന്ന സംഭവം. അങ്ങനെയാണെങ്കിൽ ഈ മണ്ണിടിഞ്ഞ് റോഡിന് മുകളിൽ വീണ ആ ഭാഗത്ത് തന്നെയായിരിക്കാം ഈ ലോറി ഉണ്ടാവുന്നത്. ഏതെങ്കിലും തരത്തിൽ പുഴയിലേക്ക് ഒഴുക്കിൽപ്പെട്ട് ആ പുഴയിലേക്ക് മറിഞ്ഞ ഒരു സാഹചര്യം ഉണ്ടാകില്ല. വലിയ ലോഡ് ഈ വാഹനത്തിലുണ്ടായിരുന്നു. അത് മാത്രമല്ല, പുതിയ ബെൻസിന്റെ വാഹനമാണ്, വലിയ സാങ്കേതിക വിദ്യയൊക്കെ ഉള്ള വാഹനമാണ്. ഇതിൽ ടാങ്ക് ഇന്ധനം ഇവരുടെ ഇതിൽ പരിശോധനയിൽ ഇപ്പോൾ അവർക്ക് കണ്ടെത്താനും സാധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഈ വാഹനത്തിന്റെ കൃത്യമായ വാഹനം ഈ റോഡിൽ ഉള്ള രീതിയിലാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഏതെങ്കിലും തരത്തിൽ പുഴയിൽ ഒഴുക്കിൽ പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളും. എന്തായാലും ഇപ്പോൾ തിരച്ചിൽ വളരെ മന്ദഗതിയിലാണ് നടക്കുന്നതെന്ന വിവരം പുറത്തു വരുന്നുണ്ട്. പൂർണ്ണമായും നിർത്തിവെച്ചു എന്നല്ല, പക്ഷേ കാലാവസ്ഥ വളരെ പ്രതികൂലമാണ്. ഇവിടെ മാത്രമല്ല, ഇവിടെ എത്തിച്ചേരാനും വലിയ ബുദ്ധിമുട്ടാണ്. അത് NDRFന്റെ സംഘങ്ങളായാലും മറ്റ് ഈ പ്രദേശത്തെ ഒരു ആൾ താമസമൊന്നും വലിയ ഇല്ലാത്തൊരു പ്രദേശം കൂടിയാണിത്. ഇവിടെ ഒരു തട്ടുകട മാത്രമാണ്, ഒരു ചായക്കട മാത്രമാണുള്ളത്. ആ ചായക്കട കേന്ദ്രീകരിച്ചാണ് വാഹനങ്ങൾ ഇത്തരത്തിൽ പാർക്ക് ചെയ്യുകയും ഇവിടെ വിശ്രമം എടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇതിന് തൊട്ട് മുൻപ് കടന്നുപോയ ലോറി ഈ വാഹനം അവിടെ നിർത്തിയിട്ടത് കണ്ടതായും വിവരമുണ്ട്. അത്തരത്തിൽ ഏതായാലും ഈ റോഡിൽ തന്നെ ഈ വാഹനം ഉണ്ടാവും. അപ്പൊ അങ്ങനെയെങ്കിൽ മണ്ണ് ഈ വലിയ കുന്ന് ഇടിഞ്ഞ് ഈ വാഹനത്തിന്റെ മുകളിൽ പതിച്ചതാവാനാണ് സാധ്യത. വാഹനത്തിന് ഏതെങ്കിലും തരത്തിൽ വലിയ കേടുപാടുകളൊന്നും സംഭവിച്ചതായി ഇവരുടെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടില്ല. എന്തായാലും തിരച്ചിൽ ഊർജിതമാക്കേണ്ടതുണ്ട്. അതിനുള്ള അടിയന്തര ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട്. അത് ആണ് ഇനിയിപ്പോൾ വേണ്ടത്. ഏതായാലും മഴ ഇപ്പോഴും ഈ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് മംഗളൂരു ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ മഴയുണ്ട്. ഇവിടെ എത്തിച്ചേരാൻ ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും നിർത്തിവെച്ച ഒരു സാഹചര്യം. കൊങ്കണിൽ പലയിടങ്ങളിലും ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്, റോഡിലായാലും അതുപോലെ തന്നെ ട്രെയിൻ മാർഗമായാലും. അതുകൊണ്ട് ഇവിടെ എത്തിച്ചേരാൻ വളരെ ബുദ്ധിമുട്ടാണ്. ബന്ധുക്കൾക്കും ഈ സംഭവ സ്ഥലത്തേക്ക് ഇതുവരെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് അല്പസമയം മുമ്പും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അന്വേഷിച്ചപ്പോൾ. ഏതായാലും ഈ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഏകോപനമാണ് ഇപ്പോൾ നടക്കുന്നത്. അവരുടെ നേതൃത്വത്തിലുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. സഹിത്തെ യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ഈ ഗുജറാത്ത് തീരം വരെ, ഗുജറാത്ത് പാത്തി വരെ നീളുന്ന ഒരു ന്യൂനമർദ്ദ മേഖല രൂപപ്പെട്ടിട്ടുണ്ട്. അതൊരു തീവ്ര ന്യൂനമർദ്ദമാവാനുള്ള സാധ്യത നിരവധിയുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ മഴയുണ്ടാകും. പ്രത്യേകിച്ച് വടക്കൻ കേരളം മുതൽ അങ്ങോട്ട്, കേരളത്തിന്റെ അപ്പുറത്തേക്ക് ശക്തമായ മഴ അനുഭവപ്പെടും. അതിന്റെ പ്രഭാവമാണ് ഈ അപകടത്തിനും ഇടവെച്ചത് എന്ന് നമുക്ക് പറയാം. കാരണം റെഡ് അലർട്ട് നിലനിൽക്കുന്ന ഒരു മേഖലയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് എന്നതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന മേഖല. പ്രത്യേകിച്ച് ആ മേഖല, ആ സ്ഥലത്തിന്റെ പ്രത്യേകതയും അപകടത്തിന്റെ വ്യാപ്തി വലുതാക്കി എന്നത് നേരത്തെ ശേഖർ കുര്യാക്കോസ് അടക്കം സൂചിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മളെയും ഓർമ്മപ്പെടുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ദുരന്ത സാധ്യതകളുണ്ട് എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും മണ്ണിടിച്ചിൽ എന്നത് ഒരു വലിയ പുതിയ കാല പ്രതിസന്ധിയാണ്. കാരണം ഈ റോഡ് നിർമ്മാണത്തിന് മുതറ്റും മലകൾ തുരന്ന് നിലവിലുള്ള ഭൂപ്രകൃതിക്ക് വ്യത്യാസം വരുത്തിയാണ് റോഡ് നിർമ്മാണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ സ്വാഭാവിക ഘടനയിൽ തന്നെ മാറ്റമുണ്ടാകുന്നു. അത് മണ്ണിടിച്ചിലിന് ഇടവയ്ക്കുന്നു എന്നതാണ്. ഈ സ്ഥലവും അത്തരമൊരു അനുഭവമുണ്ടായ ഇടമാവാം. നമുക്കും ചില അനുഭവങ്ങളുണ്ട്. നമ്മൾ കണ്ടതാണ് നേരത്തെ കവളപ്പാറയിലും മറ്റും മലപ്പുറം ജില്ലയുടെ മേഖലകളിലും ഉണ്ടായ ദുരന്തങ്ങൾ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, നമുക്ക് വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു സംഭവം കൂടിയായി ഇത് മാറുകയാണ്. കേരളത്തിൽ
ത്തിന്റെ മേഖലയിലും ഈ ദേശീയപാതാ നിർമ്മാണത്തിന് വേണ്ടി വ്യാപകമായ മണ്ണെടുപ്പുണ്ട്. മല തുറന്നു പോകുന്നുണ്ട്. അത്തരം ഇടങ്ങൾ വലിയ ദുരന്തങ്ങൾക്ക് ഇടവെക്കാതിരിക്കാനുള്ള ജാഗ്രതയും നമുക്കുണ്ടാവണം. വാഹനങ്ങളിൽ നിർത്തിയിട്ട് ഉറങ്ങുമ്പോൾ അതീവ ജാഗ്രത വേണമെന്ന നിർദ്ദേശം നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ സ്ഥലത്തും ഇത്തരമൊരു സാധ്യത അപകടത്തിന് ഇടവെച്ചു എന്ന് വേണം നമുക്ക് കരുതാൻ. രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. അർജുൻ എവിടെ എന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്.